ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ രാവിലെ ഒന്ന് നോക്കിയാലോ. നേരെ എണീറ്റ പട കൊലായിൽ പോയി കുന്തം വീങ്ങിയ പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ ചെയ്ത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ മോൻ കഴുകി നേരെ അടുക്കളയിലേക്ക്. അവിടെ ചെന്നപ്പോൾ ചായക്ക് കുത്തപ്പാന്ന് കേട്ട്. ഓട്ടടയെന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് നിങ്ങൾ കമൻ്റ് അടിക്കുക കേട്ടോ. അത് കഴിഞ്ഞ ശേഷം മോനെയും കളിപ്പിച്ച് കുറച്ച് നേരം നിന്ന് മിന്നുവിനെ ഏൽപ്പിച്ച്. മിന്നു ആണെങ്കിൽ പകുതി പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി പൊടിക്കാൻ വേണ്ടിയിട്ട് കാന്താരി ചെടീൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ കാന്താരിയിൽ ഒരുപാടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ പറിച്ച് ഉപ്പിലിടലും ചമ്മന്തിയൊക്കെ പൊളിച്ച് അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മുടെ മുല്ലപ്പൂനെ കണ്ട് ഭയങ്കര സ്മെല്ല് കണ്ട് അടുത്തേക്ക് പോയത് കേട്ടോ. അങ്ങനെ മുല്ലപ്പൂനെ നോക്കി നിന്ന് പിന്നെ അവിടെയുള്ള വേറെ ഏതോ ഒരു പേരറിയാത്തൊരു പൂവിനെ നോക്കി നിന്ന് പിന്നെ നമ്മുടെ തെച്ചിപ്പൂവിനും ഇലച്ചെടികളൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ വെറ്റിലക്കൊടിയെ കണ്ടത്. അതിനെ നോക്കി നിന്ന് ഇപ്പം ഇത് മുട്ടയാവുമല്ലോ എന്ന് ആലോചിച്ച് നിൽക്കേനി. കാവിലേക്ക് വെറ്റിലമാലേക്ക് നമ്മുടെ വെറ്റിലക്കൊടിയിൽ നിന്നാട്ടോ എടുത്തു കൊണ്ടുപോവാറ്. നമ്മുടെ കാവിലേക്കല്ല, വേറൊരു കാവിലേക്ക്. ഇവിടെ ആണെങ്കിൽ കുക്കു ചെരുപ്പൊക്കെ കഴുകി നല്ല കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറാവുന്നുണ്ട്, കൂട്ടുകറി ആവുന്നുണ്ട്, ചായക്കടി ആവുന്നുണ്ട്. പിന്നെ മിന്നുവാണെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുക്കും ഞാനും മിന്നും കൂടി കൂടിയിട്ടാണ് ചെയ്യുന്നത്. കുട്ടീനെ നോക്കാൻ ആളുള്ളതിനെ കൊണ്ട് എനിക്കും പണിയൊക്കെ എടുക്കാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ചമ്മന്തിയിലേക്ക് പോകട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തിയായിട്ട് ഞാൻ തന്നെ പൊടിച്ചോളാന്ന് പറഞ്ഞേ. നമ്മുടെ ചെറിയുള്ളിയും പിന്നെ പുളിയും ഉപ്പും നമ്മുടെ കാന്താരി മുളകും ചേർത്തിട്ടുള്ള ചമ്മന്തി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ തലയിൽ വെളിച്ചെണ്ണ തേക്കാനാട്ടോ പോയത്. കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് അതേപോലെ മുഖത്തും കുറച്ചൊരു മോൻ്റെ ഓയിൽ അടിച്ച് മാറ്റി അതും തേച്ച്. അത് കഴിഞ്ഞ് നേരെ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഓനായിട്ട് കുറച്ച് നേരം കളിച്ചതിൻ്റെ ശേഷം ഓനെ കുളിപ്പിച്ച് അങ്കിയും കൊടുത്ത് ഓനെ ഞാൻ അങ്ങോട്ട് ഉറക്കി കിടത്തി. പിന്നെ എനിക്ക് മോൻ്റെ കുറച്ച് തുണികളൊക്കെ ചിക്കിടാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.